ഹലോ ഹായ് മക്കളെ. ഓക്കെ, അപ്പൊ ബയോളജിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ശരി, എളുപ്പമായിരുന്നു തോന്നുന്നു അല്ലെ? എടാ, കഴിഞ്ഞ കൊല്ലത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ, അതായത് കഴിഞ്ഞ കൊല്ലത്തെ ബയോളജിയുടെ ഓണപ്പരീക്ഷ വെച്ച് നോക്കുമ്പോൾ ഇക്കൊല്ലത്തെ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് വന്നേക്കണത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരിടാ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കണത് ഒരു ഫിഗർ ഒക്കെ ആയിട്ടാണ് വന്നേക്കണേ. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ് ഫിഗർ എന്നൊക്കെ നമുക്കറിയാം അല്ലെ? ന്യൂക്ലിയോടൈഡ് ആണ് കൊടുത്തേക്കണേ. പക്ഷെ അതിന്റെ അകത്ത് ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു DNA ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. അപ്പൊ ഇത് നോക്കിക്കോ, എച്ച് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലിങ്ക്സ് നൈട്രജൻ ബേസസ് എന്നാണ് പറഞ്ഞത്. ആ നൈട്രജൻ ബേസസ് അല്ല ലിങ്ക് ചെയ്യുന്നേ എന്ന് നമുക്കറിയാം. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ എച്ച് ഡിയോക്സി റൈബോസ് ആണെന്നാണ് പറയുന്നത്. എച്ച് ഒരിക്കലും ഡിയോക്സി റൈബോസ് അല്ല. ഇതെന്താണത്? ഇത് ഫോസ്ഫേറ്റ് ആണ്. ഇത് ഷുഗർ ആണ്, ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഇതാണ് എന്ത്? നൈട്രജൻ ബേസ് ആയിട്ട് നമുക്ക് വരുന്നത് അല്ലെ? ശരി, അപ്പൊ ഡിയോക്സി റൈബോസിന്റെ ഫംഗ്ഷനും ഇതേപോലെ തന്നെ, ലിങ്ക്സ് ഫോസ്ഫേറ്റ് ടുഗദർ. അതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇനി അടുത്തത് എച്ച് ഫോസ്ഫേറ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. പ്ലേസ് എ റോൾ ഇൻ ലിങ്കിങ് ന്യൂക്ലിയോടൈഡ്സ് ടു ഈച്ച് അതർ എന്നാണ് പറഞ്ഞത്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ എച്ച് ഡിയോക്സി റൈബോസ് അല്ല, അപ്പൊ തന്നെ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ചെയ്യുക, വരാ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയേക്കാം. സെലക്ട് ദ കറക്റ്റ് മാച്ച് ബൈ പെയറിംഗ് ദ ഇൻഫർമേഷൻ ഇൻ കോളം 1 ആൻഡ് കോളം 2 എന്നാണ് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് നോക്കിക്കോ. ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് കൊടുത്തേക്കുന്നത്. 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫംഗ്ഷൻസ് ആണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഒളിഗോഡെൻഡ്രോസൈറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോംസ് മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എപ്പിൻഡൈമൽ സെൽസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോംസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഷ്വാൻ സെൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോംസ് മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, മൈലിൻ ഷീത്ത് ഇൻ നെർവ്സും മൈലിൻ ഷീത്ത് ഇൻ ബ്രെയിനും വേറെ ആൾക്കാരാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും എന്തായിട്ട് വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1ന്റെ സി ഓപ്ഷൻ ആണ്. നമുക്ക് എന്തായിട്ട് വരാം, കറക്റ്റ് ആയിട്ടുള്ള വരാം. അതുപോലെ തന്നെ രണ്ടാമത്തേന്റെയും സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. നമുക്കൊരു ക്രോസ് ആണ് വന്നേക്കണം അല്ലെ? Which Mendelian law explain the phenotype of F1 generation in the hybridization experiment given below എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത് ഏത് മെന്റലിന്റെ ലോ ആണ് ഈ കാണിച്ചേക്കുന്നതിൽ F1 ജനറേഷൻ ഓഫ് ഹൈബ്രിഡൈസേഷന്റെ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ലോ ഓഫ് സെഗ്രിഗേഷൻ ഉണ്ട്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ട്, ലോ ഓഫ് ഡോമിനൻസ് ഉണ്ട്, ഓൾ ഓഫ് ദീസും ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ലോ ഓഫ് ഡോമിനൻസ് ആയിരിക്കും. ഓക്കെ, ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പിന്നെ അടുത്തത് 4ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് റീസൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നേക്കണേ. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കിക്കൊള്ളണം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ റിഗാർഡിംഗ് ലമാർക്കിസം എന്നാണ് പറഞ്ഞത്. ലമാർക്കിസിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അതിൽ തന്നെ റീസണും ആണ് കൊടുത്തേക്കണേ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കിയേക്കാം. അക്വേർഡ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് എന്നാണ് പറഞ്ഞേക്കണേ. പക്ഷെ അതെങ്ങനെയായിരിക്കും? നമ്മൾ ജനറലി നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ റിഗാർഡിംഗ് ലമാർക്കിസം വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ അതിന്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അക്വേർഡ് ക്യാരക്ടേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാണ് അല്ലെ? ശരി, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ് എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയേക്കാം. ഈ ക്വസ്റ്റ്യൻ ചെറിയതായിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. നമുക്ക് വേഗം നോക്കിയേക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഇൻ 2 DNA സാമ്പിൾസ്, 2 സാമ്പിൾസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ എന്നാണ് പറഞ്ഞേക്കണേ. വിച്ച് ഓഫ് ദീസ് സാമ്പിൾ റെപ്രസെന്റ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA? വൈ എന്നുകൂടി എഴുതിയിട്ടുണ്ട്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അത് വൈ ആണ് 1 മാർക്ക്. ഏതാണെന്ന് പറയുന്നതാണ് അടുത്തൊരു മാർക്കായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ
ടി ജി സി എന്നാണ് നമുക്കറിയാം. എ എപ്പോഴും പെയർ ചെയ്യുന്നത് ടി ആയിട്ടും ജി എപ്പോഴും പെയർ ചെയ്യുന്നത് സി ആയിട്ടും ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ എന്റെ അതേ വാല്യൂ വേണം നമുക്ക് എന്തായിട്ട് വരാൻ, ടി ആയിട്ട് വരാൻ. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ജി അതേപോലെ തന്നെ ഒരേ വാല്യൂ തന്നെ വേണം സി ആയിട്ട് വരാൻ. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഏതായിരിക്കും, സാമ്പിൾ എക്സ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ചേഞ്ചസ് ഉണ്ട്. എ എടുക്കുകയാണെങ്കിൽ ടിക്ക് വേറെ വേറെയാണ്, 20, 25 അതേപോലെ തന്നെ ജി സി നമുക്ക് എടുക്കുകയാണെങ്കിൽ 30, 25 സെയിം ആയിട്ട് ഒരിക്കലും വന്നിട്ടില്ല. സെയിം ആയിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, അവരൊരു ഡബിൾ ഹെലിക്സ് മോഡലായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. സാമ്പിൾ എക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അവരുടെ റീസൺ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എപ്പോഴും പെയറിങ് സെയിം ഈക്വൽ വാല്യൂ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് വരാ, പെയറിങ് വരുന്നത്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോയേക്കാം. എക്സാമിന്റെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലുള്ള ABO ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വേഗം ഒന്ന് വായിച്ചേക്കാം. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്? ഇൻ ഹ്യൂമൻ ബീയിങ്സ് ബ്ലഡ് ഗ്രൂപ്പ് is determined by 3 alleles, namely IA, IB and I എന്ന് പറഞ്ഞിട്ടുണ്ട്. Which of this type of non-Mendelian inheritance is shown as? അതായത് ആ IA, IB, I എന്ന് വരുന്ന ABO ബ്ലഡ് ഗ്രൂപ്പ് എക്സാമ്പിൾ ആയിട്ട് വരുന്ന നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആ പേര് ഉറപ്പായിട്ടും നമുക്കറിയാം എന്തായിരിക്കും, മൾട്ടിപ്പിൾ അല്ലീലിസം ആണ് ഇതിന്റെ എന്തായിട്ട് വരുന്നത്, പേരായിട്ട് വരുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് അല്ലീൽസ് ഇൻ മെൻഡൽസ് എക്സ്പെരിമെന്റ് ആൻഡ് ദാറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞത്. അല്ലീലിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെന്റൽ എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് എങ്ങനെയായിരുന്നു, അല്ലീൽസ് എപ്പോഴും 2 എണ്ണം മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. 2 അല്ലീൽസ് മാത്രമായിരിക്കും എപ്പോഴും ഓരോ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചേക്കണത്. പക്ഷെ ഇത് മെന്റലിന്റെ ഒരു പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ പുള്ളി പറഞ്ഞതിന് എതിരായിട്ടായിരുന്നു വന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു എന്ത്, മൾട്ടിപ്പിൾ അലീലിസം. അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നത് എത്ര അല്ലീലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, I ഉണ്ട്. 3 അല്ലീലുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ അതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ. കറക്റ്റ് ആയിട്ട് ഫിഗർ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സ്പൈനൽ കോഡ് ആണെന്ന് അറിയാം. സ്പൈനൽ കോഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ ഏതായിരിക്കും, എപ്പോഴും ഓപ്ഷൻ Y ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരി, ഇത് വരാനുള്ള റീസൺ വേഗം നോക്കിക്കോ. സ്പൈനൽ കോഡിന്റെ പിക്ചർ ആണ്. ഡ്രോൺ ബൈ 2 children are given below. Analyze them and answer the questions എന്നാണ് പറഞ്ഞത്. 2 കുട്ടികൾ വരച്ച Xഉം Y എന്ന് പറയുന്ന 2 എന്തുണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കാം. വിച്ച് ഫിഗർ ഷോസ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പൈനൽ കോഡിൽ എപ്പോഴും ഗ്രേ മാറ്റർ അകത്തായിരിക്കും വരുന്നത്. ഓക്കെ, അകത്താണ് ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതേപോലെ തന്നെ ബ്രെയിനിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും, ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തായിരിക്കും. പക്ഷെ സ്പൈനൽ കോഡിൽ ബ്രെയിനിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, മറ്റേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഇനി അടുത്തത്, വിച്ച് പാർട്ട് കണ്ടെയ്ൻസ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് ഇതിൽ ഏത് പാർട്ടിലായിരിക്കും കാണാൻ പറ്റുന്നത്, ഗ്രേ മാറ്ററിലാണോ വൈറ്റ് മാറ്ററിലായിരിക്കോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി ഹൗ ഡസ് ദിസ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. എങ്ങനെയാണ് ഈ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നത്, മൈലിൻ ഷീത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഫിഗർ Y ആണ് കറക്റ്റ് എന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്പൈനൽ കോഡിൽ എങ്ങനെയായിരിക്കും, വൈറ്റ് മാറ്റർ എപ്പോഴും പുറത്തായിരിക്കും. വൈറ്റ് മാറ്റർ ഈസ് പ്രസന്റ് ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഈസ് പ്രസന്റ് ഇൻസൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ശരി. ഇനി B ക്വസ്റ്റിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മാറ്ററിലായിരിക്കും എന്തുണ്ടാവുക, ലാർജ് നമ്പർ ഓഫ് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഉണ്ടാവുക. അതായത് മൈലിൻ ഷീറ്റ്സ് കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയായിരിക്കും, നമ്മുടെ വൈറ്റ് മാറ്ററിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ മൈലിൻ ഷീറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൊടുത്തത്. ആക്സിലറേറ്റ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് ആൻഡ് ഓൾസോ ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ അതാണ് മൈലിൻ ഷീറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്ത് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. എടാ, അടുത്തൊരു ചോദ്യം. ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ നമ്മുടെ ഓണത്തിന്റെ ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഈസ് വെരി വെരി ഹൈ. അപ്പൊ ഇത് നോക്കിക്കോ. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തത്. ഗിവൺ ബിലോ റിഗാർഡിംഗ് എ ജനറ്റിക് പ്രോസസ്. ഒരു ജനതികമായിട്ടുള്ള പ്രക്രിയ അല്ലെങ്കിൽ ജനറ്റിക് പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഹോമോലോഗസ് ക്രോമോസോംസ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹോമോലോഗസ് ക്രോമോസോംസിൽ നടക്കുന്ന ജനറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് അറിയാം. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ കയാസ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്താണെന്ന് അല്ലെ. പ്രോസസ്സിന്റെ പേരായിരുന്നു എന്ത്,
ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്ന പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. അപ്പൊ ക്രോസിംഗ് ഓവർ ആണ് എന്ത് ഈ ഒരു പ്രോസസ്സിന്റെ പേരായിട്ട് നമുക്ക് വരുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് കയാസ്മ സ്റ്റേജ് എന്നാണ് പറഞ്ഞേക്കണേ. ക്രോസിംഗ് ഓവർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ക്രോസിംഗ് ഓവർ കഴിയുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്, അതായത് കയാസ്മയുടെ സമയത്ത് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, ക്രോമാറ്റിഡ്സ് അവിടെ വച്ചിട്ട് കെട്ടുകൂടുന്ന ഒരു ഭാഗമാണ് എന്ത് കയാസ്മ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. അതിന്റെ ബ്രോക്കൺ പാർട്സ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചിങ് നടക്കും. ഓക്കെ, ആ എക്സ്ചേഞ്ചിങ് നടന്നു കഴിയുമ്പോഴത്തേക്കാണ് പുതിയ ക്യാരക്ടേഴ്സ് എല്ലാം ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെ? എല്ലാവർക്കും ഓക്കെ ഉണ്ട്. ഇനി ഇത് 8th ക്വസ്റ്റിന്റെ എ പാർട്ട് ആയിരുന്നു. ഇതിന്റെ തന്നെ ഒരു ബി പാർട്ട് ഉണ്ടായിരുന്നു, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഇതും സെയിം തന്നെ ഒരു ജനറ്റിക് പ്രോസസ് ആണ് ഈ കൊടുത്തേക്കണേ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഈ പിക്ചർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ. ആ പിക്ചർ കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ജി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ടി ഉണ്ട്, സി ഉണ്ട്, സി ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണെന്നറിയാം, നൈട്രജൻ ബേസസ് ആണെന്നറിയാം. പക്ഷെ ആ നൈട്രജൻ ബേസസ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ നൈട്രജൻ ബേസിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് അവിടെ ചോദിച്ചേക്കണേ. ആ പ്രോസസ്സ് ഉറപ്പായിട്ടും എന്തായിരിക്കും, മ്യൂട്ടേഷൻ ആയിരിക്കും ആ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇനി ഹൗ ഇസ് ദിസ് വേരിയേഷൻ ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് പറഞ്ഞത്. ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ വേരിയേഷൻ നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ഒരു തലമുറയിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇഫ് മ്യൂട്ടേഷൻ ഒക്കേഴ്സ് ഇൻ ജേം സെൽസിന്റെ അകത്ത് മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ജനറേഷനിലേക്ക് ത്രൂ ഗാമേറ്റ്സ് വഴിയായിരിക്കും ഇത് എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്തൊരു ജനറേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോസസ്സിന്റെ പേര് മറക്കരുത്, മ്യൂട്ടേഷനും അതിൽ തന്നെ ക്രോസിംഗ് ഓവറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യമാണ്, പേഷ്യന്റ് വിത്ത് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. സ്റ്റോപ്പ് ടേക്കിംഗ് ആന്റിബയോട്ടിക്സ് വെൻ ഹി ഫെൽറ്റ് ക്യൂർഡ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഡിസീസ് റിട്ടേൺഡ് ആൻഡ് ദ ആന്റിബയോട്ടിക്സ് യൂസ്ഡ് ഏർലിയർ ബിക്കം ഇൻഎഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻ എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ ആയിട്ട് എടുക്കാൻ ചാൻസ് ഉള്ളതാണ് എന്ത്, ആന്റിബയോട്ടിക്സ് ഒരു കോഴ്സ് ആയിട്ടായിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുന്നത്. 5 ദിവസം ആണെങ്കിൽ 5 ദിവസം തന്നെ എന്ത് ചെയ്യണം, കഴിക്കണം. 7 ദിവസം ആണെങ്കിൽ 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചോളണം. 3 ദിവസം ആണെങ്കിൽ 3 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചോളണം. അപ്പൊ ഇത് കംപ്ലീറ്റ് കഴിച്ചില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയപ്പോ റെഡിയായി, ഇനി കഴിക്കാണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ആന്റിബയോട്ടിക് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ഇൻഎഫക്റ്റ് ആയി മാറി ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്നാണ് ചോദിച്ചത്. വാട്ട് ആർ സച്ച് ബാക്ടീരിയ ദാറ്റ് റെസിസ്റ്റ് ആന്റിബയോട്ടിക്സ് കോൾഡ്. ആ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാക്ടീരിയക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന്റെ പേരാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ. ഓക്കെ, ശരി. ഇനി അതുപോലെ തന്നെ അതിന്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീസൺ വൈ ആന്റിബയോട്ടിക്സ് ബിക്കെയിം ഇൻഎഫക്റ്റീവ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ആന്റിബയോട്ടിക് എങ്ങനെയാണ് എഫക്റ്റീവ് അല്ലാണ്ട് വന്നത്, അതാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇൻകംപ്ലീറ്റ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് വിൽ അലോ റെസിസ്റ്റന്റ് ടു ബാക്ടീരിയ അല്ലെ? അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ആന്റിബയോട്ടിക് കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബാക്ടീരിയാസിന് ചെറിയ എന്ത് വരും, റെസിസ്റ്റൻസ് ഉണ്ടായി വരും. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കിനോട് എന്ത് വരും, റെസിസ്റ്റൻസ് ഉണ്ടായി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ആ ഒരു ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ, പിന്നീട് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ആ ആന്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ അത് ഒട്ടും എഫക്റ്റീവ് ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ അതിനേക്കാളും വീര്യം കൂടെ എന്ത് കഴിക്കേണ്ടി വരും, ആന്റിബയോട്ടിക്സ് എല്ലാം കഴിക്കേണ്ടി വരും. അപ്പൊ അതാണ് എന്റെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ 10ാമത്തെ എ ക്വസ്റ്റ്യൻ ആണ് ട്ടാ, അതും ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. ആൻ ഒബ്സർവേഷൻ ഫ്രം എ ക്ലാസ് റൂം ഡിസ്കഷൻ ഓൺ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ ഈസ് ഗിവൺ ബിലോ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് പറഞ്ഞേക്കണേ, ഒരു ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേക്കാം. ദ സെയിം ടൈപ്പ് ഓഫ് ക്രോമോസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ സർട്ടൈൻ കോമൺ ഫിസിക്കൽ ട്രൈറ്റ്സ് സീൻ ബോത്ത് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിലും ഗേൾസിലും ഒരേപോലെ കാണുന്ന ഫിസിക്കൽ ട്രേറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമോസോംസ്. ആ ക്രോമോസോംസ് എന്താണെന്ന് നമുക്ക് പേരറിയാം. അപ്പൊ ആ ഒരു സബ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദീസ് കോമൺ ക്രോമോസോംസ് ഫൗണ്ട് ഇൻ ബോത്ത് കാറ്റഗറീസ്. അതായത് ബോയ്സിലും ഗേൾസിലും കാണാൻ പറ്റുന്ന കോമൺ ആയിട്ട് ഫിസിക്കൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന എന്താണ് ക്രോമോസോംസിന്റെ പേര് എന്താണ്, അതിൽ തന്നെ അവരുടെ നമ്പർ എന്താണെന്ന് പറഞ്ഞാണ് പേര് നമുക്കറിയാം.
ഒബ്വിയസ്ലി എന്താണ് സൊമാറ്റിക് ക്രോമോസോംസ് ആണ് അവരുടെ പേരായിട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ അവരുടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ 44 എണ്ണമാണ്, അല്ലെങ്കിൽ 22 പേഴ്സ് ആയിട്ടാണ് ആര് വരാ സൊമാറ്റിക് ക്രോമോസോംസ് വരുന്നത്. ഇവരെപ്പോഴും എങ്ങനെ ഇരിക്കും, മെയിലിലും ഫീമെയിൽസിലും സെയിം ആയിരിക്കും, ഉറപ്പായിട്ടും സെയിം എണ്ണമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ, ഈ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് റൈറ്റ് ഡൗൺ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ, മെയിലിന്റെയും ഫീമെയിലിന്റെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ 44+XX അല്ലെങ്കിൽ 44+XY എന്ന് തന്നെ എഴുതണം. അപ്പൊ ഈ ലെഫ്റ്റിൽ കൊടുത്തേക്കണത് എന്തായിരിക്കും, സൊമാറ്റിക് ക്രോമോസോംസ് ആയിരിക്കും. അപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഏതായിരിക്കും, സെക്സ് ക്രോമോസോംസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ, സെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ആയിട്ട്. അതും സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. SRY ജീൻ പ്ലേസ് എ മേജർ റോൾ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടുണ്ട് ഫാദർ പ്ലേസ് എ ഗ്രേറ്റർ റോൾ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ദാൻ മദർ എന്നാണ് ഒരു ചോദ്യം വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയേക്കാം. എങ്ങനെയാണ്, ഇഫ് ദ SRY ജീൻ ഈസ് പ്രസന്റ്, what will be the change that occurs during embryo development? എംബ്രിയോ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് SRY ജീൻ ഉണ്ടെങ്കിൽ, ഓക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാ, ഫോർമേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് 2 ഓൺ ദ ബേസിസ് ഓഫ് ക്രോമോസോംസ് എന്നാണ് പറഞ്ഞത്. അതായത് ഫാദർ ആണ് ശരിക്കും കൂടുതൽ റോള് വഹിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് സെക്സ് ഡിറ്റർമിനേഷനിൽ. ഓക്കെ, ഒരു കുട്ടി ഉണ്ടാവുന്നതിന് ആ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ എന്താണെന്ന് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ബേസ്ഡ് ഓൺ ദ ക്രോമോസോംസ്. അപ്പൊ വേഗം നോക്കിക്കോ. ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SRY ജീൻ എന്താ ചെയ്യുക, ഡെവലപ്മെന്റ് ഓഫ് ദ ടെസ്റ്റിസ് ഇൻ എംബ്രിയോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത് ഫാദർ ആണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഫാദറിന്റെ അകത്ത് എപ്പോഴും XY ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി അതുപോലെ തന്നെ മദറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ XX ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ Y ക്രോമോസോം പോവുകയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ അകത്ത് എന്തുണ്ടാവുള്ളൂ, ഈ SRY ജീൻ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ SRY ജീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. എന്നാലാണ് ആ എംബ്രിയോ ഒരു മെയിൽ എംബ്രിയോ ആയിട്ട് അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള ഓസ്പ്രിങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് എന്ത് പറയാം, ഫാദർ ആണ് ശരിക്കും എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക ഒരു ചൈൽഡ് ഫീമെയിൽ ആവണോ അതുപോലെ തന്നെ മെയിൽ ആവണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉറപ്പായിട്ടും ആരായിരിക്കും, ഫാദർ ആയിരിക്കും. സെറ്റ് അല്ലേ, ക്ലിയർ ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോയേക്കാം. ഒരു RNA ആണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. 3 ടൈപ്പ് RNA മാത്രം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ഉണ്ട്, രണ്ടാമത്തെ ഉണ്ട്, മൂന്നാമത്തെ ഉണ്ട്. അല്ലെ രണ്ടാമത്തെയാണ് കൊടുത്തേക്കുന്നത്. ഏതായിരിക്കും, tRNA ആണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള RNAയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിക്കോ, സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം, അല്ലെ? എവിടേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ റൈബോസോമിലേക്ക് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമിനോ ആസിഡ്സിനെയും കളക്ട് ചെയ്തിട്ട് റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് ആര്, tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ശരി. എടാതെ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോയേക്കാം. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ശരി. അനലൈസ് ദ ആർഗ്യുമെന്റ് given below regarding the theory of natural selection. നാച്ചുറൽ സെലക്ഷനെ പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ നമുക്ക് ലമാർക്കിസം ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ക്വസ്റ്റ്യനൂടെയും കറക്റ്റ് ആയിട്ട് വായിച്ചോളണം. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഡിഫറൻസസ് ഇൻ സൈസ്, immunity, etc. among the organism of the same species can be beneficial or harmful to them എന്നാണ് നമുക്ക് പറഞ്ഞത്, അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഡാർവിനിസത്തിന്റെ ആ ഒരു തിയറിയുടെ അകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി വാട്ട് ആർ സച്ച് ഡിഫറൻസസ് എമംഗ് ഓർഗാനിസംസ് കോൾഡ്? ആ ഡിഫറൻസസിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് ഓസ്പ്രിങ്സ് ഉണ്ടാവുമ്പോൾ എപ്പോഴും സെയിം ആയിട്ട് വരില്ല, എപ്പോഴും ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ പേരാണ് വേരിയേഷൻസ്. ഓക്കെ, വ്യതിയാനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇനി വാട്ട് ഈസ് ദ റീസൺ ഫോർ സേയിങ് ദാറ്റ് ദീസ് ഡിഫറൻസസ് മേ നോട്ട് ബി ഈക്വലി ബെനിഫിഷ്യൽ ടു ഓൾ ഓർഗാനിസം? അതായത് എല്ലാ ഓർഗാനിസംസിനും ഗുണം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചില ആൾക്കാർക്ക് ഹാംഫുൾ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. എങ്ങനെയാണ്,
വേരിയേഷൻ മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. ഓക്കെ, നമ്മുടെ ഈ ചുറ്റിനുള്ള കണ്ടീഷൻസ് അനുസരിച്ച് ചില ഓർഗാനിസംസിന് ഫേവറബിൾ ആവാം, ഗുണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ഓർഗാനിസംസിന് അൺഫേവറബിൾ ആവാനും ചാൻസ് ഉണ്ട്, ഹാർംഫുൾ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ മീൻ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, ഇഫ് ദർ വെയർ നോ സച്ച് ഡിഫറൻസസ് എമംഗ് ഓർഗാനിസംസ്, ഒരു വേരിയേഷനും ഒരു ഡിഫറൻസും ഇല്ലാന്ന് വിചാരിച്ചോ, ഹൗ ഡേ സഡൻ ക്ലൈമാറ്റിക് ചേഞ്ച് അഫക്ട് ദാറ്റ് സ്പീഷീസ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു വേരിയേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ എല്ലാ ഓർഗാനിസംസിനും എന്തുണ്ടാവുക, ഓൾ ഓർഗാനിസംസ് വുഡ് ബി അഫക്റ്റഡ് സിമിലർലി ബൈ സഡൻ ക്ലൈമാറ്റിക് ചേഞ്ച് വിച്ച് മേ ലീഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ സ്പീഷീസ്. അതായത് ഒരു ചേഞ്ച് ഒന്നും ഉണ്ടായില്ല, ഒരു പെട്ടെന്ന് ഒരു ക്ലൈമാറ്റിക് ചേഞ്ചും വന്നു. ഓക്കെ, അപ്പൊ ആ ഓർഗാനിസംസ് എല്ലാം, ആ സ്പീഷീസ് എല്ലാം എന്ത് പറ്റും, എല്ലാവരും ഒരുമിച്ച് എക്സ്റ്റിങ്ക്റ്റ് ആവാനായിരിക്കും ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് എന്തായിട്ട് വരാ, അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. എടാ 13ാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇത് ക്രോസ് ആണ്. ക്രോസിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോസ് വെച്ചിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ ഇതൊരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കണ്ടക്ടഡ് ബൈ കൺസിഡറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ആൻഡ് കളർ ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഷേപ്പ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ അതിന് പകരം വേറൊരു ക്യാരക്ടറാണ് കൊടുത്തത്, ഫ്ലവറിന്റെ കളറാണ് കൊടുത്തത്. അപ്പൊ ഇത് രണ്ട് പാരന്റൽ പ്ലാന്റ്സ് ഉണ്ട്, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ് വന്നേക്കണേ അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കിയേക്കാം. ടോളും പർപ്പിൾ ഫ്ലവർ ആണ് ഡോമിനേറ്റ് ആയിട്ട് അവിടെ നമുക്ക് കാണിച്ചത്. അപ്പുറത്ത് എങ്ങനെയാണ്, ഡ്വാഫും വൈറ്റ് ഫ്ലവർ ആണ് കൊടുത്തത്. അപ്പൊ ഇവര് നമ്മള് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ എന്തായിട്ട് മാറും, നേരെ പകുതിയായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാമേറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഗാമേറ്റ്സ് ആകുമ്പോഴാണ് ആ സർക്കിളൊക്കെ ചെയ്യുന്നത്. അപ്പൊ 1ഉം 2ഉം എന്താന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ പി. അപ്പൊ ഇതിന്റെ നേരെ പകുതിയായിട്ട് മാറുമ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും, ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ പി ആയിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, ശരി. ഇനി ഇതേ 2ന്റെ നോക്കിയേക്കാം. സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ പി, സ്മോൾ പി. അപ്പൊ അതിന്റെ ഗാമേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നേരെ പകുതിയായിട്ട് മാറും. എങ്ങനെയാണ്, ഒരു ടിയും ഒരു സ്മോൾ പിയും ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ 1 എന്താണ് 2 എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവര് തമ്മിൽ ക്രോസിംഗ് നടക്കും. ക്രോസിംഗ് നടന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ പി, സ്മോൾ പി. ഇങ്ങനെ ആയിരിക്കും നമുക്ക് F1 ജനറേഷൻ ആയിട്ട് കിട്ടുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കംപ്ലീറ്റ് 1 and 2 നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, 2 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ശരി, ഇനി റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഫീനോടൈപ്പും ജീനോടൈപ്പും ആണ് ചോദിച്ചേക്കണത് അല്ലെ. F1 ജനറേഷന്റെ ജീനോടൈപ്പ് ആണ് ഈ എഴുതിയേക്കണത്. ഇതെന്താണ്, ജീനോടൈപ്പ് ആണ്. ഇനി അവരുടെ ഫീനോടൈപ്പ്, അവർ കാണാൻ എങ്ങനെ ഉണ്ടാവും, ഒബ്സർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ട്രേറ്റ് ആണ് എന്ത്, ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഫീനോടൈപ്പ് ഉറപ്പായിട്ടും എന്തായിരിക്കും, ടോൾ ആൻഡ് പർപ്പിൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ശരി. ഇനി റൈറ്റ് എനി 2 ജീനോടൈപ്പ്, ഏതെങ്കിലും ഒരു 2 ജീനോടൈപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ആർ ലൈക്ലി ടു അപ്പിയർ ഇൻ F2 ജനറേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വലിയൊരു ടേബിളും ബോക്സ് ഒക്കെ വരച്ചിട്ട് F2 ജനറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും 2 ജീനോടൈപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 2 ജീനോടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ജീനോടൈപ്പ് വേണമെങ്കിലും എഴുതാം. അതിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്തായിട്ട് വരാ, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ശരി. എടാ അതെ, അതിന്റെ ഒരു ഓപ്ഷൻ ബി ആയിട്ട്, ബി ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ക്രോസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ശരിടാ. അപ്പൊ ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ കൺസിഡറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. എടാ പാരന്റൽ പ്ലാന്റ്സ് ഉണ്ട്, 2 പേരുണ്ട്. അപ്പൊ ഇവിടെ ടോളാണ് ഇവിടെ എടുത്തേക്കണത് എന്ന് നമുക്കറിയാം. അപ്പൊ ടോളിന്റെ നേരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടായിരിക്കും അപ്പുറത്ത് എടുക്കുന്നത് ഡ്വാഫ് ആയിരിക്കും അല്ലെ. അപ്പൊ ഡ്വാഫിന്റെ 1 നമുക്ക് ഇപ്പൊ തന്നെ എഴുതിയേക്കാം, സ്മോൾ ടി ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ അടുത്തൊരു ബോക്സ് ഉണ്ട്, ഇതാണ് നമുക്ക് 2 ആയിട്ട് കൊടുത്തേക്കണത്. 2 എങ്ങനെയായിരിക്കും വരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാമേറ്റ് ആക്കുമ്പോൾ നേരെ പകുതിയായിട്ട് മാറും. ക്യാപിറ്റൽ ടിയുടെ നേരെ പകുതിയായിട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ടി മാത്രമായിട്ടായിരിക്കും ഗാമേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സ്മോൾ ടി ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് F1 ജനറേഷൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ 1ഉം 2ഉം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇവിടെ, 2 ഇവിടെയും നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് നോട്ട് ചെയ്തോ, ആ വാക്കൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഫാക്ടേഴ്സ് പ്രസന്റ് ഇൻ ദ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ F1 എന്നാണ് പറഞ്ഞത്. F1 വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കണം. ഫാക്ടേഴ്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഫാക്ടേഴ്സിന് അന്ന് മെന്റൽ പറഞ്ഞ വാക്കാണ് ഫാക്ടേഴ്സ് എന്ന് അല്ലെ. പിന്നീട് നമ്മൾ അതിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിട്ടായിരിക്കും വരുന്നത്, ക്യാപിറ്റൽ ടിയും വരും, സ്മോൾ ടിയും വരും. അതാണ് എന്തായിട്ട് വരാ, ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി റൈറ്റ് ഡൗൺ ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്.
that have the highest probability of occurring in F2 ജനറേഷനിൽ ഇതേപോലെ തന്നെ പ്രോബിലിറ്റി ഹൈ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത് അല്ലെ. ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ ശരി, അപ്പൊ എന്റെ ആൻസർ നോക്കിക്കോ. ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. അതിൽ തന്നെ ഫീനോടൈപ്പ് എപ്പോഴും നമുക്ക് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് ടോൾ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഏറ്റവും കൂടുതൽ വന്നേക്കണം പ്രോമിനന്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞേക്കണത്. ഓക്കെ ശരി, അപ്പൊ ഇതും സെറ്റ് ആണെന്ന് തോന്നുന്നു. എടാ അടുത്തത് ഈ ഒരു ഫിഗർ നമ്മുടെ എല്ലാ റിവിഷൻസിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഫിഗർ ആയിരുന്നു ഇത് അല്ലെ. അപ്പൊ ഇത് പ്രൈമേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ആന്ത്രോപോയിഡ് കൊടുത്തിട്ടുണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സും വൈ ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക്. അപ്പൊ അനലൈസ് ദ evolutionary tree and answer the following questions എന്നാണ് പറയുന്നത്. ഐഡന്റിഫൈ ദ സബ് ഗ്രൂപ്പ്സ് എക്സ് ആൻഡ് വൈ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ മങ്കി വന്നേക്കണത് എവിടെ നിന്നാണ് നമുക്ക് അറിയാം, സെർക്കോ പിത്തക്കോയിഡിയിൽ നിന്നായിരിക്കും വന്നേക്കണത് അല്ലെ. ഇനി അതിൽ തന്നെ വൈ നമ്മൾ ഇൻക്ലൂഡിങ് നമ്മൾ ബാക്കി എല്ലാ എയ്ഡ്സും എല്ലാവരും വന്നേക്കണത് എങ്ങനെയായിരിക്കും, ഏതായിരിക്കും, ഹോമിനോയിഡിയിൽ നിന്നായിരിക്കും വന്നേക്കണേ. അപ്പൊ എക്സ് എന്താണ് വൈ എന്താണ് നമുക്ക് കിട്ടി. ഇനി വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗാനിസംസ് ഇൻ ദ സബ് ഗ്രൂപ്പ് എക്സ്. എക്സിന്റെ അകത്ത് വരുന്ന കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞേ. മങ്കി എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൈസ് ചെറുതായിരിക്കും അല്ലെ. സൈസ് ചെറുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിന്റെ സൈസും എങ്ങനെയാവും, ചെറുതാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പൊ ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ സൈസ് ചെറുതാവും തോറും അവരുടെ വാലിന് എങ്ങനെയായിരിക്കും, പക്ഷെ നീളം കൂടുതലായിരിക്കാനാണ് സാധ്യത. പക്ഷെ എയ്ഡ്സിന്റെ ഫാമിലിയിൽ നമുക്ക് ആരെടുത്ത് നോക്കുകയാണെങ്കിൽ വാലുകളുടെ നീളം എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. സൈസ് എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവരുടെ എക്സിന്റെ അതായത് സെർക്കോ പിത്തക്കോയിഡിയുടെ മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ അടുത്തത് ഹൗ ഡസ് ദ എവല്യൂഷണറി ട്രീ ക്ലാരിഫൈ ദാറ്റ് apes are more closely related to humans than normal monkeys എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ അപ്പൊ അതായത് എയ്പ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാണിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ്, എയ്പ്സിന്റെ ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ്. ഇവരാണ് നമ്മളിലേക്ക് കൂടുതൽ എങ്ങനെയാണ് റിലേറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും, ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ആയി പോയേക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും, നമ്മുടെ സെർക്കോപിത്തക്കോയിഡി അല്ല, നമ്മുടെ ഹോമിനോയിഡിയിൽ നിന്നാണ് ആരുണ്ടായേക്കണേ, ഈ ആൾക്കാരെല്ലാം ഉണ്ടായേക്കണത് അല്ലെ. ശരി, അപ്പൊ നമ്മൾ കൂടുതൽ റിലേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളത് മങ്കിയിലല്ല, എങ്ങനെയായിരിക്കും, ഈ എയ്പ് ഫാമിലിയിലുള്ള ആൾക്കാരായിട്ടായിരിക്കും കൂടുതൽ റിലേഷൻ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ ശരി, എക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, സെർക്കോ പിത്തക്കോയിഡിയെ. അതിൽ തന്നെ വൈ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോമിനോയിഡിയെ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. ഇനി എക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണ്, സ്മോൾ സൈസ്ഡ് ബ്രെയിൻ ആണ്, അതിൽ തന്നെ ഹാവിങ് ടെയിലാണ്, ഉറപ്പായിട്ടും വാലുകളുണ്ട്. ഓക്കെ ഇനി എയ്പ്സും ഹ്യൂമൻസും ബിലോങ് ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും, ഹോമിനോയിഡിയിലേക്കായിരിക്കും ബിലോങ് ചെയ്യുന്നത് അല്ലെ, മങ്കീസ് ആയിട്ടല്ല. ഓക്കെ അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മളാണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. കാരണം നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്ററിൽ നിന്നായിരിക്കും ഷെയർ ചെയ്തിട്ട് വന്നേക്കണത്. അപ്പൊ നമ്മൾ അവരായിട്ടായിരിക്കും എന്ത് വന്നേക്കണത്, ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ പിന്നെ 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഒരു എക്സ്പെരിമെന്റ് കാര്യമാണ്. അപ്പൊ ആ എക്സ്പെരിമെന്റ് എന്താന്നൊക്കെ നമുക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ. ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം, റൈബോസോമിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഫംഗ്ഷൻ ഓഫ് റൈബോസോം ഇൻ എ സെൽ വാസ് ബ്ലോക്ക്ഡ് എന്നാണ് പറഞ്ഞത്. റൈബോസോമിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണെന്ന്. ഇനി അനലൈസ് ദിസ് സിറ്റുവേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, വിച്ച് സ്റ്റേജ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിൽ ബി ഡയറക്ട്ലി അഫക്റ്റഡ് എന്നാണ് പറഞ്ഞത്. 2 സ്റ്റേജസ് മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ സിന്തസിന്. ഏതൊക്കെയായിരുന്നു, ട്രാൻസ്ക്രിപ്ഷൻ അതേപോലെ തന്നെ ട്രാൻസ്ലേഷനും ആണ് 2 സ്റ്റേജസ് അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് നടക്കുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ന്യൂക്ലിയസിലായിരിക്കും നടക്കുന്നത്. ട്രാൻസ്ലേഷൻ നടക്കുന്നതാണ് നമ്മുടെ ഇവിടെ റൈബോസോം അല്ലെ. ശരി, അപ്പൊ റൈബോസോമിൽ വെച്ചിട്ടാണ് ഇത് ബ്ലോക്ക് ആയത് എങ്കിൽ നമുക്ക് ഏത് സ്റ്റേജസ് ആയിരിക്കും നടക്കാൻ ചാൻസ് ഇല്ലാത്തത്, ട്രാൻസ്ലേഷൻ ആയിരിക്കും നടക്കാൻ ചാൻസ് ഇല്ലാത്തത്. ഓക്കെ ഇനി വാട്ട് ആർ ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ സെൽ പ്രയർ ടു ദി സ്റ്റേജ്, അതായത് റൈബോസോമിൽ എത്തുന്നതിന് മുന്നേ എന്തൊക്കെ പ്രോസസ് ആയിരിക്കും നടന്നേക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ അത് നമുക്കറിയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഹൗ വിൽ ദിസ് ചേഞ്ച് മെയ്ഡ് ഇൻ ദ സെൽ അഫക്ട് സെല്ലുലാർ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് സെല്ലുലാർ ആക്ടിവിറ്റീസിൽ നടക്കുന്നത്. അപ്പൊ അതേ നോക്കിക്കോ, നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ ആണ് നിൽക്കുന്നത് അല്ലെ. ഇനി അതല്ല ട്രാൻസ്ക്രിപ്ഷൻ ആണ് അതിന് തൊട്ട് മുന്നേ പ്രയർ സ്റ്റേജ് ആയിട്ട് നടക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് ന്യൂക്ലിയസിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്, ഉറപ്പാണ്. ഓക്കെ ഇനി അവിടെ വെച്ചിട്ടാണ്
mRNA എന്ത് ചെയ്യാ ഫോം ചെയ്ത് ഉണ്ടായി വരുന്നത്. എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്? DNA നിന്നായിരിക്കും mRNA ഉണ്ടായി വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് mRNA ഉണ്ടായി വന്നിട്ട് ന്യൂക്ലിയസിൽ നിന്ന് അപ്പൊ അതൊക്കെ എന്തിലേക്ക് മൂവ് ചെയ്യും? റൈബോസോമിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അത്രയും സ്റ്റേജസ് ആയിരിക്കും റൈബോസോമിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ നടക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൗ വിൽ ദിസ് ചേഞ്ച് മെയ്ഡ് അഫക്ട് ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്? എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടാവാൻ പോകുന്നത്? പ്രോട്ടീൻ ഉറപ്പായിട്ടും എന്തുണ്ടാവില്ല, ഉറപ്പായിട്ടും ഫോം ചെയ്യില്ല, സിന്തസൈസ് ചെയ്യപ്പെടില്ല. ഓക്കെ, റൈബോസോമിലാണ് ഇതെല്ലാം ഈ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ് എന്ത് ചെയ്യില്ല, നടക്കില്ല. അതുപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീൻസ് എല്ലാം എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. അപ്പൊ ആ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? ശരി, അടുത്തൊരു ചോദ്യം, 16ാമത്തെ ചോദ്യമാണ്. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ വേഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അമിനോ ആസിഡ്സ് ആണ് അല്ലെ. നമ്മള് കുറച്ച് എവിഡൻസസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ എവിഡൻസസിന്റെ കാര്യത്തിൽ അമിനോ ആസിഡ്സ് ആണ്. അതിന്റെ അകത്ത് ബീറ്റ ചെയിനിലുള്ള ഹീമോഗ്ലോബിന്റെ കാര്യങ്ങൾ, അതിന്റെ അകത്തുള്ള അമിനോ ആസിഡ്സിന്റെ എന്താണ് ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ് നമുക്ക് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഗൊറില്ലയിൽ ഒരു ചേഞ്ച് ഉണ്ട്, റാറ്റില് 31 ചേഞ്ച് ഉണ്ട് അമിനോ ആസിഡ്സിൽ, ചിമ്പാൻസിയിൽ 0 ചേഞ്ചസ്, ഒരു ചേഞ്ചസും കൊടുത്തിട്ടില്ല അല്ലെ. ശരി, ഇനി അറേഞ്ച് ദ ഓർഗാനിസംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ മോസ്റ്റ് closely related to the most distantly related to humans in the terms of evolution എന്നാണ് പറഞ്ഞത്. അപ്പൊ എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മളായിട്ട് ഏറ്റവും റിലേഷൻഷിപ്പ് ഉള്ളതാവാൻ ചാൻസ് ഉള്ളത് ഉറപ്പായിട്ട് ആർക്കായിരിക്കും? ചിമ്പാൻസിക്കായിരിക്കും. കാരണം 0 ചേഞ്ചസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആരായിരിക്കും? ചിമ്പാൻസി ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടെ എടുത്ത് വെക്കാൻ ചാൻസ് ഉള്ളത് ആരായിരിക്കും? ഗൊറില്ല ആയിരിക്കും. പിന്നെ അതിന് ശേഷം ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ട് റിലേഷൻ ഉണ്ടാവുന്നതായിരിക്കും ആരായിട്ട്? റാറ്റ് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനൊന്നും അറേഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ആ അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തേക്കണത്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ദ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഈ അമിനോ ആസിഡ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിഫറൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യാസം ഉണ്ടോ, വ്യത്യാസം ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും എന്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്? നമ്മുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ 0 വ്യത്യാസമുള്ളത്, 0 വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ചിമ്പാൻസി ആയിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? 0 വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അവിടെ 31 അമിനോ ആസിഡ്സിന്റെ വ്യത്യാസം ഉള്ളത് റാറ്റ് ആയിട്ടാണ്. അപ്പൊ അവർക്കായിട്ടാണ് നമുക്ക് എന്തുണ്ടാവുക? ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ട് റിലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ശരി. ഇനി അതിന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നേക്കണേ. കമ്പയർ ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് 4 limbs. അപ്പൊ ഇതേ പിക്ചർ ആയിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റിലുള്ളതാണ് അല്ലെ. ശരി, അപ്പൊ 4 limbs പല പല ഓർഗാനിസംസ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഉണ്ട്, കാറ്റ് ഉണ്ട്, വെയിൽ ഉണ്ട്, ബാറ്റ് ഉണ്ട്, ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി ഫൈൻഡ് ഔട്ട് ദ സിമിലാരിറ്റി ഇൻ ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദീസ് ഓർഗാനിസംസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവരുടെ സിമിലാരിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമിലാരിറ്റി എങ്ങനെയായിരിക്കും? അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ബോൺസ് ഉണ്ട്, മസിൽസ് ഉണ്ടാവും, ബ്ലഡ് ഉണ്ടാവും, ബ്ലഡ് വെസൽസ് ഉണ്ടാവും, ഇതെല്ലാം കോമൺ ആയിട്ട് ഉണ്ടാവും അല്ലെ. പക്ഷേ ഇവർക്ക് എങ്ങനെയായിരിക്കും? ഫങ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കാനായിരിക്കും ചാൻസ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഓർഗൻസിനും നമ്മളൊരു പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹോമോലോഗസ് ഓർഗൻസ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇവരുടെ കാര്യം മെയിൻ ആയിട്ട് നോക്കേണ്ടത് എങ്ങനെയാ? സിമിലർ ബേസിക് ഇന്റേണൽ സ്ട്രക്ചർ ആയിരിക്കും ഇവർക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, അനലൈസ് ദ ഇൻഫോർമേഷൻ ഇൻ ദ പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ദീസ് ഓർഗാനിസംസ് എന്നാണ് പറഞ്ഞത് അല്ലെ. എടാ, അപ്പൊ ഈ ഓരോ ആൾക്കാരുടെ, ഹ്യൂമൻസിന്റെ ആവട്ടെ, കാറ്റ്സിന്റെ ആവട്ടെ, വെയിലിന്റെ ആവട്ടെ, ബാറ്റിന്റെ ആവട്ടെ, ഈ ഓരോ ആൾക്കാരുടെയും എങ്ങനെ ഇരിക്കും? നമ്മുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലം എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ആൾക്കാരുടെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഏരിയാസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് അനുസരിച്ച് അവർക്ക് എന്ത് വന്നതായിരിക്കും? ചിലപ്പോൾ എക്സ്റ്റേണലി ചെറിയ വ്യത്യാസങ്ങൾ വന്നതാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെല്ലാവരും കോമൺ ആയിട്ട് ഇവോൾവ് ചെയ്തേക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കോമൺ ഒരൊറ്റ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇവരെല്ലാവരും എന്ത് ചെയ്തേക്കണത്? ഉണ്ടായി വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അവർക്ക് ഓർഗൻസിന്റെ ഷേപ്പില് ഇന്റേണൽ സ്ട്രക്ചർ എല്ലാം എങ്ങനെയാണ്? സെയിം ആയിട്ടാണ്. പക്ഷെ അവരുടെ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇവർ ഇവോൾവ് ആയി വന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. ഓക്കെ, എടാ, അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ ക്രോമോസോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത് അല്ലെ. ശരി, അപ്പൊ ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. ഇതെന്താണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണെന്ന് അറിയാം. ഈ കാണുന്നത് എന്താണ്? DNA ആണ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഇവരെല്ലാവരും ഫോം ചെയ്തിട്ടുണ്ടാവുന്ന ഈ ഒരു സ്ട്രക്ചറിന്റെ പേര്
എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ എച്ച് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ പേര് എന്തായിരിക്കും? ന്യൂക്ലിയോസോം ആണ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നത് അല്ലെ. കാരണം ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാകുന്ന DNA വെച്ചിട്ട് അത് വൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിന്റെ പേരായിട്ട് വരുന്നത് ന്യൂക്ലിയോസോം ആണ്. ഇനി ഹൗ ഇറ്റ് ഈസ് ഫോംഡ് എന്ന് പറയുന്നത് DNA സ്ട്രാൻഡ്സ് വൈൻഡ് അറൌണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം ന്യൂക്ലിയോസോം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. എടാ ഇനി അടുത്തത് ഹൗ ഡു ദീസ് ജോയിൻ ടുഗദർ ടു ഫോം ക്രോമോസോം. ക്രോമോസോം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ലാസ്റ്റ് എങ്ങനെയാണ് ക്രോമോസോം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? ന്യൂമറസ് ന്യൂക്ലിയോസോംസ്, അതായത് കുറെ കോടിക്കണക്കിന് ന്യൂക്ലിയോസോംസ് ഇങ്ങനെ ഉണ്ടാവും. അവരെല്ലാവരും എന്താവും? പാക്കിംഗ് ആവും. പിന്നെ അതിനുശേഷം കോയിലിംഗ് ആവും. പാക്ക് ചെയ്ത് ഒരു കോയിലിന്റെ ഷേപ്പായിട്ട് ഇങ്ങനെ ഒരു കോയിലിന്റെ ഷേപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ കോയിൽ ചെയ്തിട്ടുള്ള ന്യൂക്ലിയോസോംസ് ഇതെല്ലാം കൂടി എന്തായി മാറും? ഒറ്റൊരു കോയിലുണ്ടോ? ആ കോയിൽ പിന്നെയും എന്താ ചെയ്യുക? ഫർദർ റീകോയിലിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ഈ റീകോയിലിംഗ് നടന്നാണ് നമ്മുടെ ക്രോമോസോമിന്റെ ഏത് ഭാഗമായിട്ട് വരുന്നത്? നമ്മുടെ ക്രോമാറ്റിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അങ്ങനെയാണ് നമ്മൾ എന്ത് ഉണ്ടാവുന്നത്? നമ്മുടെ ക്രോമോസോം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് വരുന്നത്. ഓക്കെ, ശരി. എടാ അതെ 18ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഐദർ എ അല്ലെങ്കിൽ നമുക്ക് ബി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബ്രെയിൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഏറ്റവും സെന്റർ മോസ്റ്റ് പാർട്ടാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. റീഡ്രോ ചെയ്യണതിന് എന്തുണ്ട്? ഒരു മാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എടേ റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് നെയിംഡ് ആസ് എച്ച് എന്നാണ് പറയുന്നത്. എച്ച് എന്താണെന്ന് നമുക്കറിയാം. ഇന്നർ മോസ്റ്റ് പാർട്ട് ഏതായിരിക്കും? തലാമസ് ആണ് ഇന്നർ മോസ്റ്റ് പാർട്ട്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അവരെന്തായിട്ടാണ് ആക്ട് ചെയ്യുക? നമ്മുടെ റിലേ സ്റ്റേഷൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാ ഇമ്പൾസസും നമ്മുടെ ആ ഒരു തലാമസിൽ എത്തിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? എല്ലാ ഭാഗത്തേക്കും പോവുള്ളൂ. ഇനി അടുത്തത് ഒരു ഇമ്പയർമെന്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അപ്പൊ പുള്ളി എങ്ങനെയായിരുന്നു? ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇഞ്ചുറി അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് കുറച്ച് വ്യത്യാസങ്ങളാണ് വന്നത്. മസിൽ മൂവ്മെന്റ്സ് കനോട്ട് ബി കോർഡിനേറ്റഡ്. മസിലിന്റെ മൂവ്മെന്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനക്കാനൊന്നും വലിയ ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഏത് ഭാഗത്തിനെയാണ് അഫക്ട് ചെയ്തേക്കണേ എന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും അത് ഏത് ഭാഗമായിരിക്കും? നമ്മുടെ സെറിബെല്ലം, അതായത് ബാക്കിലെ പോർഷൻ അല്ലെ. സെറിബെല്ലത്തിനായിരിക്കും എന്ത് ചെയ്തേക്കണത്? അഫക്ട് ചെയ്തേക്കണത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മെമ്മറി ലോസ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെമ്മറി ലോസ്റ്റ് ആവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് ഏത് ഭാഗമായിരിക്കും? മെമ്മറി, ഇമാജിനേഷൻ, തിങ്കിങ് ഇതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? നമ്മുടെ സെറിബ്രം ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സെറിബെല്ലം, അതുപോലെ തന്നെ സെറിബ്രം ആയിട്ടായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എടാ അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കോ, ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം ആണ് കൊടുത്തത്. അപ്പൊ എക്സ് എന്താണെന്നുണ്ട്, വൈ എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റീഡ്രോ ദ ഡയഗ്രാം ബൈ ഇൻകോർപ്പറേറ്റിംഗ് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മൈലിൻ ഷീത്ത് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈലിൻ ഷീത്ത് ആഡ് ചെയ്യുന്ന ലോങ്സ്റ്റ് ഫൈബറിന്റെ പേര് മറക്കരുത്. ഉറപ്പായിട്ടും എന്തായിരിക്കും? ആക്സോണിലായിരിക്കും മൈലിൻ ഷീത്ത് ഒരു കവറിംഗ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് എത്ര മാർക്കാ? 2 മാർക്കായിട്ടായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി റൈറ്റ് ഡൗൺ ദ പാർട്സ് എക്സ് ആൻഡ് വൈ ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമ്പൾസ് ഉറപ്പായിട്ടും ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും പോകുന്നത് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടിപ്പ് മുതൽ വൈ എന്ന ടിപ്പ് വരെ പോകുന്ന ആ വഴികൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കിയേക്കാം. ആദ്യം ഡെൻഡ്രൈറ്റിലേക്കായിരിക്കും വരുന്നത്. ഡെൻഡ്രൈറ്റ് ആണ് അവിടെ എന്തായിട്ട് മാർക്ക് ചെയ്തേക്കണേ? എക്സ് ആയിട്ട് മാർക്ക് ചെയ്തേക്കണേ. പിന്നെ ആ ഒരു ഇമ്പൾസ് നമുക്ക് ഡെൻഡ്രോണിലേക്ക് പാസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് സെൽ ബോഡിയിലേക്കായിരിക്കും പാസ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഏറ്റവും ലോങ്സ്റ്റ് ഫൈബർ അല്ലെ ആക്സോണിലേക്ക് പാസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ആക്സോണൈറ്റ്, ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ് എന്ത്? ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ അകത്ത് ചെറിയ വെസിക്കിൾസിന്റെ അകത്ത് കാണുന്നതായിരിക്കും നമ്മുടെ എന്ത്? സിനാപ്റ്റിക് നോബ്. അതിന്റെ അകത്തായിരിക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇതായിരിക്കും നമുക്ക് എന്തായിട്ട് കൊടുത്തേക്കണത്? വൈ ആയിട്ട് കൊടുത്തേക്കണത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ആൻസറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ശരിക്കും ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പക്ഷെ കുറച്ച് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ശരി, അപ്പൊ എല്ലാവരും നല്ലോണം എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.